ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. അത് അനിഴം നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ വർഷത്തെ വിഷു കൊല്ലവർഷം 1199 ആണ്ട് മീനമാസം 31 തീയതി, അതായത് 2024 ഏപ്രിൽ മാസം 13 തീയതി ശനിയാഴ്ച രാത്രി 8:51 മകയിരം നക്ഷത്രം 4-ാം പാദമായിട്ട് ശുക്ലപക്ഷത്തിലെ ഷഷ്ടിതിഥിയും വരാഹക്കരണവും ശോഭന നിത്യയോഗവും ഒത്തുവന്ന ദിവസം ആകാശ ഭൂതോദയം കൊണ്ട് മേട രവി സംക്രമം. അനിഴം നക്ഷത്രത്തെ സംബന്ധിക്കുന്നിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷുവാണ് ഇത്. പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വിഷുഫലം അനിഴം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. അതായത് അധിക നഷ്ടങ്ങളൊന്നും സൂചകമല്ല. രോഗാവസ്ഥകൾ ഒരു പരിധിവരെ മാറിപ്പോകുന്നതാണ്. കടങ്ങളൊക്കെ വീടുന്നതിനുള്ള യോഗമുണ്ട്. മേടം രാശിയിലേക്ക് രവി സംക്രമിക്കുന്ന സമയത്ത് അതിൻ്റെ ഫലമനുസരിച്ച് അനിഴം നക്ഷത്രക്കാർക്ക് വിവിധങ്ങളായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരും. അനിഴം നക്ഷത്രം വൃശ്ചികം രാശിയാണ്. ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ക്ലേശങ്ങളിൽ നിന്ന് മുക്തരാകും. ദൈവാധീനം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. അതായത് ഭാഗ്യാധിപനായ വ്യാഴം നിവൃത്തി സ്ഥാനത്തേക്ക് പകരുന്നുണ്ട് താമസിക്കാതെ. കൂടാതെ 9-ാം ഭാവാധിപൻ ഇഷ്ടഭാവങ്ങളിലൂടെ ഓരോ മാസവും സഞ്ചരിക്കുമ്പോൾ ഒരു മാസത്തിലെ ചില ദിവസങ്ങളിൽ അത്യപൂർവമായ ഭാഗ്യാവസ്ഥകൾ ഈ അനിഴം നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തേന് വന്നു ചെയ്യും. അതാണ് വിഷുഫലം കൊണ്ട് സൂചിപ്പിക്കുന്നത്. രാശ്യാധിപന്റെ സ്ഥിതി കൊണ്ടും അങ്ങനെയാണ് കാണുന്നത്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ ഒരു വർഷം. പുതുമയുള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ ആഭരണങ്ങളും ഗൃഹോപകരണങ്ങളും ഒക്കെ വന്നു ചേരുന്നതിന് യോഗമുണ്ട്. പഴയതാണെങ്കിലും ഒരു വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിലയ്ക്ക് വാങ്ങുന്നതിനും ഒക്കെ യോഗം. ഒരു ഗൃഹഭാഗ്യം ഉള്ള ഒരു വർഷം. ഉള്ള ഗൃഹം പഴയതാണെങ്കിലും അതൊന്ന് പുതുക്കിപ്പണിയുക, ഇതൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വിഷുഫലം കൊണ്ട് അനിഴ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. വാഹന യോഗവും ഉണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങൾക്കെങ്കിലും മനസ്സറിയാത്ത കാര്യത്തിന്, സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ടോ എതിർലിംഗക്കാരുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഒരു മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ വന്നു ചേരുവാൻ സൂചനയുള്ളതിനാൽ അതീവ ജാഗ്രത അക്കാര്യത്തിലൊക്കെ ആവശ്യമാണ്. അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗവും പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ മറ്റ് കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഈ വിഷുഫലം അനുകൂലമാണ്. നല്ല കാലാവസ്ഥ ലഭിക്കും. അതുവഴി കൃഷിക്കാർക്കെന്നല്ല മറ്റ് ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലമാണല്ലോ. ആവശ്യത്തിന് മഴയും വെയിലും മഞ്ഞും ഒക്കെ ലഭിക്കുന്ന ഒരു വർഷം. അതുപോലെ തന്നെ പ്രധാനമാണ് മനുഷ്യരെ പോലെ തന്നെ പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ ഈ ഒരു വിഷു കൊണ്ട് അഭിവൃദ്ധികരമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. പല കാര്യങ്ങൾക്കും കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശ്രേയസ്സും യശസ്സും വന്നു ചേരുകയും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുകയും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിനുമൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ്. സാഗരയോഗം ഈ വർഷമുള്ളതിനാൽ ഗോചരാൽ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്ന കാലം. ഉപരിപഠനമൊക്കെ കഴിഞ്ഞു നിൽക്കുന്നവർക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി പാസ്സാകുന്നതിനും
വിദേശത്ത് പോകുന്നതിനും യോഗമുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട മറ്റ് ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവും ഒക്കെ ആയി ബന്ധപ്പെട്ട് തീരദേശത്ത് ഉള്ളവർക്കും വളരെ അനുകൂലമായ ഒരു വിഷുഫലമാണ് വന്നു ചേരുന്നത്. വിഷുഫലത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മത്സ്യബന്ധനത്തിന് പോകുന്നവർ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളൊക്കെ വിലയിരുത്തുന്നത്. വസ്ത്രനിർമ്മാണവും വ്യാപാരവുമായി ബന്ധപ്പെട്ടും കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികരമാണ്. ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന് വഴിപാടുകളൊക്കെ ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു വിഷു ആശംസ. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരുന്നതിനും ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി.